അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെക്കറേഷനാണ്. 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ, 7 ഇഞ്ച് മോൾഡിലാണ് ബേക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് കേക്കിലേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് കളറൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ അവിടെ ഒരു 4 ബൗളിലായിട്ട് കുറച്ച് വിധം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ട കളറ് റെഡാണ് കേട്ടോ, ഷുഗറിൻ്റെ ആണ് എടുക്കുന്നത്, ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് പർപ്പിളും പിങ്കും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു ഡാർക്ക് വയലറ്റ് ഷെയ്ഡ് ഉണ്ടല്ലോ, ആ ഒരു ഷെയ്ഡിലേക്ക് എടുക്കാനായിട്ട് രണ്ടും കൂടെ ഒന്ന് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് യെല്ലോ എടുക്കാം. മാജിക് കളേഴ്സിൻ്റെ ലെമൺ യെല്ലോയാണ് കേട്ടോ. അടുത്ത് നമുക്ക് വേണ്ടത് ഗ്രീനാണ്. അപ്പോൾ ഈ ഒരു ഗ്രീന് നമ്മൾ ഗാർഡൻ ഗ്രീനും ലെമൺ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നത്. 2 മാജിക് കളേഴ്സിൻ്റെ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ആ ഒരു കളേഴ്സൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. എല്ലാ കളറും കുറച്ചൊന്ന് ഡാർക്കായിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ക്രീമിലേക്ക് കളേഴ്സൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നോസിൽ ഡെക്കറേഷൻ കൊടുക്കാം. എടുക്കുന്നത് 2D നോസിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 2D നോസിലിന് പകരമായിട്ട് 1M നോസിലോ അല്ലെങ്കിൽ 100N1 നോസിലോ ഒക്കെ യൂസ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് ആ ഒരു റെഡ് കളർ, ആദ്യം റെഡ് യൂസ് ചെയ്യാം. എന്നിട്ട് കേക്കിൻ്റെ ടോപ്പിൽ ഇതിൽ കാണുന്ന രീതിയിൽ ഈ ഒരു നോസിൽ യൂസ് ചെയ്ത് തന്നെ കുറച്ച് ലൈൻസ് ഒന്ന് ചെയ്ത് കൊടുക്കാം. ഒരു 3 ലൈനാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു കേക്കിൻ്റെ ടോപ്പിൽ ആ ഒരു വൈറ്റ് പോർഷൻ ഫുള്ളും ഒന്ന് കവർ ചെയ്ത് വരുന്ന രീതിയിൽ കൊടുക്കരുത് കേട്ടോ. കുറച്ചൊന്ന് ആ ഒരു വൈറ്റ് പോർഷൻ കേക്കിൽ അങ്ങനെ നിൽക്കുന്ന രീതിയിലൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. അടുത്ത കളർ നമ്മൾ എടുക്കുന്നത് യെല്ലോ ആണ് കേട്ടോ. സെയിം നോസിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു 3 ലൈൻ കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഗ്രീന് കൊടുക്കാം. അത് കഴിഞ്ഞ് അടുത്ത കളർ നമ്മൾ ആ ഒരു വയലറ്റ് ഷെയ്ഡ് ചെയ്തല്ലോ, അതും കൂടെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കളേഴ്സൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കണക്ക് അറേഞ്ച് ചെയ്ത് എടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു രീതിയിലാണെന്ന് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ആ ഒരു ലൈൻസൊക്കെ ഒന്ന് കേക്കിൻ്റെ ടോപ്പിലായിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സെയിം നോസിൽ യൂസ് ചെയ്ത് തന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന ആ ഒരു റോസറ്റ് ഡിസൈൻ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഒരു ഫ്ലവർ ഡിസൈനാണ് കൊടുക്കുന്നത്. അപ്പം കേക്കിൻ്റെ ഒരു സൈഡിൽ മാത്രമായിട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ അത് ഇതുപോലെ ആ ഒരു കളറ് മാച്ചായിട്ട് വരുന്ന രീതിയിൽ തന്നെ സെയിം കളർ യൂസ് ചെയ്ത് തന്നെ ആ ഒരു ഭാഗം ഒന്ന് കവർ ചെയ്ത് വരുന്ന രീതിയിൽ റോസറ്റ് കൊടുത്താൽ മതി. ചെറുതും വലുതൊക്കെ ആയിട്ടൊന്ന് ചെയ്ത് കൊടുക്കാം. അതേ ഓർഡറിലാണ് കേട്ടോ ഒന്ന് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ടോപ്പിൽ ഒരു സൈഡിൽ ഈ ഒരു ഫ്ലവർ ഡെക്കറേഷൻ കൊടുത്തിട്ടുണ്ട്, ഒരു സൈഡിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സെയിം നോസിൽ യൂസ് ചെയ്ത് തന്നെ നമ്മളിപ്പോൾ യൂസ് ചെയ്ത ആ ഒരു സെയിം കളേഴ്സ്, ആ ഒരു 4 കളറും ഒരു പൈപ്പിംഗ് ബാഗിലേക്കൊന്ന് ഫില്ല് ചെയ്തെടുത്തിട്ട് ഈ ഒരു 2D നോസിൽ യൂസ് ചെയ്ത് തന്നെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ചെറിയ ഫ്ലവർ ഡെക്കറേഷൻ ഉണ്ടല്ലോ, ആ ഒരു ഡിസൈനായിട്ടൊന്ന് കേക്കിന് ചുറ്റും ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ബേസിലും ആ ഒരു ബോർഡർ ഡിസൈനൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കേക്കിലേക്ക് ആ ഒരു ഫ്ലവർ ഡെക്കറേഷൻ കൊടുത്ത ഭാഗത്ത് കുറച്ച് ഷുഗർ ബോൾസ് കൂടി ഒന്ന് കൊടുക്കാം കേട്ടോ. ഞാൻ അവിടെ സിൽവർ ബോൾസാണ് എടുക്കുന്നത്. കുറച്ചൊന്ന് ഈ രീതിയിലൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കേക്കിലേക്ക് ആ ഒരു ഷുഗർ ബീഡ്സൊക്കെ ഒന്ന് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞോട്ടോ നമ്മുടെ കേക്കിൻ്റെ വർക്ക് ഇത് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ വർക്കാണ്. അപ്പോൾ ഈ ഒരു കേക്കിലേക്ക് നമുക്ക് നെയിമൊക്കെ കൊടുക്കണമെങ്കിൽ കേക്ക് ബോർഡിലായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ ബോർഡിൽ നിന്ന് റൈറ്റ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നും കരുതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്